ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ്3ക്കകത്തിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സുകളെ പറ്റിയിട്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്3ക്കകത്ത് തന്നെ ഇരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സുകളുമായിട്ടൊക്കെ കണക്റ്റായി ചെയ്യുന്ന ഒരു ഫീച്ചറിനെ പറ്റിയിട്ടാണ്. എസ്3 ലൈഫ് സൈക്കിൾ പോളിസീനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് സ്റ്റോറേജ് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത് എസ്3ക്കകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളുടെ സേവ് ചെയ്യാനുള്ള കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറേജ് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സുകളെ പറ്റിയിട്ട് പഠിച്ചിരുന്നു. ഓരോരോ സ്റ്റോറേജ് ക്ലാസ്സുകളുടെയും കോസ്റ്റും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരാൻ പോകുന്ന അധികമായിട്ടിരിക്കുന്ന ചാർജസും ഓരോരോ സ്റ്റോറേജ് ക്ലാസ്സുകളും ഏതൊക്കെ ഏതൊക്കെ കൈൻഡ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ അകത്ത് നിന്ന് ലോ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ അകത്തേക്ക് നമുക്ക് ഒബ്ജക്റ്റിനെ നമുക്ക് ട്രാൻസിഷൻ ചെയ്യണം അല്ലെങ്കിൽ മൂവ് ചെയ്യണം. അപ്പം ഇങ്ങനെ മൂവ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ മാനേജ്മെന്റ് കൺസോൾ വെച്ചിട്ട് നമ്മളിത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടിരുന്നു അല്ലെ. നമുക്ക് സ്റ്റോറേജ് ക്ലാസ് ഉണ്ട്. അപ്പം നമ്മൾ വേറെ ആയിട്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുക്കുന്നു. ആ ഒബ്ജക്റ്റിന്റെ സ്റ്റോറേജ് ക്ലാസ് നമ്മൾ വേറെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒന്നോ രണ്ടോ ഒബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഇത് നമുക്ക് പോസിബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് മാനേജ്മെന്റ് കൺസോൾ വെച്ചിട്ടാണെങ്കിലും CLI വെച്ചിട്ടാണെങ്കിലും ഇത് നമുക്ക് പോസിബിൾ ആണ്, ഒന്നോ രണ്ടോ ഒബ്ജക്റ്റ് വെച്ചിട്ട്. പക്ഷെ നോർമലി നമ്മളുടെ കമ്പനികളുടെ പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇതേപോലെ ഒന്നോ രണ്ടോ ഒബ്ജക്റ്റുകൾ ആയിരിക്കില്ല ഉണ്ടാവുന്നത്. അതിൻ്റെ അകത്ത് ലക്ഷക്കണക്കിന് ഒബ്ജക്റ്റുകൾ ഉണ്ടാവും. അപ്പം ഈ ലക്ഷക്കണക്കിന് ഒബ്ജക്റ്റുകളെ ഇതേപോലെ മാനുവലി മാനേജ്മെന്റ് കൺസോൾ എടുത്തിട്ട് മാറ്റുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലെ. അത്രയും എണ്ണത്തിനെ എടുത്തിട്ട് നമുക്ക് മാറ്റുക എന്നുള്ളത് പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല. അപ്പം ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെക്കാനിസം ഉണ്ടായിരിക്കണം അല്ലേ. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തു, ഓട്ടോമാറ്റിക്കലി AWS അല്ലെങ്കിൽ S3 തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നിന്ന് ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഹൈ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ അകത്ത് നിന്ന് ലോ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ക്ലാസ്സുകളിലേക്ക് ഇങ്ങനെ ട്രാൻസിഷൻ ചെയ്യുന്ന ഈ പരിപാടിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം S3 രണ്ട് രീതികളിൽ ഇരിക്കുന്ന ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ലോ കോസ്റ്റ് സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ അകത്തേക്ക് മാറ്റുന്ന പരിപാടിനെ രണ്ട് രീതികളിൽ നമുക്ക് S3യിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് S3 ലൈഫ് സൈക്കിൾ പോളിസീസ് ആണ്. അടുത്തെന്ന് പറയുന്നത് S3 ഇൻ്റലിജൻറ്റ് ടയറിംഗ് ആണ്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങളും യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ആക്സസ് പാറ്റേണിന് അനുസരിച്ചിട്ടാണ്. അതായത് ലൈഫ് സൈക്കിൾ പോളിസീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ആക്സസ് പാറ്റേൺ പ്രെഡിക്റ്റബിൾ ആയിട്ടിരിക്കുമ്പോഴാണ്. അതായത് പ്രെഡിക്റ്റബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മൾ സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് ഇട്ടു. ആ ഒബ്ജക്റ്റ് നമുക്ക് അടുത്ത 2 ദിവസം അല്ലെങ്കിൽ അടുത്ത 5 ദിവസം അല്ലെങ്കിൽ അടുത്ത 30 ദിവസം മാത്രമേ നമ്മൾക്ക് ആവശ്യം വരുള്ളൂ. അതായത് ഫ്രീക്വൻ്റ്ലി ആവശ്യം വരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻഫ്രീക്വൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഞാനത് തീരെയോ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ആദ്യമേ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡാറ്റാസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഡാറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന 5 ദിവസമേ യൂസ് ചെയ്യുള്ളൂ എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ ആ 5 ദിവസം കഴിഞ്ഞിട്ട് അടുത്തതിൻ്റെ അകത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന, അതായത് പ്രെഡിക്റ്റബിൾ ആയിട്ടിരിക്കുന്ന ആക്സസ് പാറ്റേൺ ഇരിക്കുന്ന ഡാറ്റേനെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈ കോസ്റ്റ് സ്റ്റോറേജ് ക്ലാസ്സിൽ നിന്ന് ലോ കോസ്റ്റ് സ്റ്റോറേജ് ക്ലാസ്സിലേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് S3 ലൈഫ് സൈക്കിൾ പോളിസീസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ഡാറ്റ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പ്രെഡിക്റ്റബിൾ ആയിട്ടിരിക്കുന്ന ആക്സസ് പാറ്റേൺ ആവണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പോൾ ഡാറ്റ ലേക്ക് പോലെയുള്ള കോൺസെപ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അത് പ്രെഡിക്റ്റബിൾ ആയിട്ടിരിക്കുന്ന ആക്സസ് പാറ്റേൺ ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് ഈ ചില പർട്ടിക്കുലർ ഡാറ്റ നമ്മൾ 10 ദിവസമോ 30 ദിവസമോ അല്ലെങ്കിൽ 60 ദിവസമൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഡാറ്റേനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലോ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ അകത്തേക്ക് ഓട്ടോമേഷൻ ചെയ്തിട്ട് ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന മെക്കാനിസമാണ് S3 ഇൻ്റലിജൻറ്റ് ടയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് മെക്കാനിസവും ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹൈ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ അകത്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ ലോ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സിലേക്ക് ട്രാൻസിഷൻ ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഉപയോഗിക്കുന്നത്. ഒരേ ഒരു ഡിഫറൻസ് പ്രെഡിക്റ്റബിൾ ആക്സസ് പാറ്റേണും ഇത് അൺപ്രെഡിക്റ്റബിൾ ആക്സസ് പാറ്റേണും ആണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് നമുക്ക് S3 ലൈഫ് സൈക്കിൾ പോളിസീസിനെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, അടുത്തതിൻ്റെ അകത്ത് നമുക്ക് S3 ഇൻ്റലിജൻറ്റ് ടയറിങ്ങിനെ പറ്റിയിട്ടും പഠിക്കാം. ഓക്കെ,
അപ്പം എന്താണ് S3 ലൈഫ് സൈക്കിൾ പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S3 ലൈഫ് സൈക്കിൾ പോളിസി എന്ന് പറയുന്നത് കുറച്ച് റൂളുകളാണ്. ആ റൂളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ലൈഫ് സൈക്കിൾ പോളിസി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ലൈഫ് സൈക്കിൾ പോളിസി ഉണ്ടാവേണ്ട ആവശ്യമെന്ന് പറയുന്നത് ഈ ട്രാൻസിഷൻ അല്ലെങ്കിൽ ഡിലീഷന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ട്രാൻസിഷൻ എപ്പോൾ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന റൂളുകളെയാണ് നമ്മൾ ലൈഫ് സൈക്കിൾ പോളിസി എന്ന് പറയുന്നത്. അതായത് S3ക്കകത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളെ അത് ക്രിയേറ്റ് ചെയ്ത് 30 ദിവസത്തിന് ശേഷം നിങ്ങൾ എടുത്ത് ലോ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോറേജ് ക്ലാസിൻ്റെ അകത്തേക്ക് എടുത്ത് ഇട്ടുകൊള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതൊന്ന് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയുന്ന ഒരു റൂളാണ് അല്ലേ? റൂളാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള റൂളുകളുടെ ഒരു സെറ്റിനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലൈഫ് സൈക്കിൾ പോളിസി എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന റൂൾ എന്ന് പറയുന്നത് മേ ബി ഇങ്ങനെ ഇരിക്കും. നമ്മളിപ്പോൾ അത് റിട്ടൺ അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് S3 എൻ്റെ ഒബ്ജക്റ്റ് 30 ദിവസം ഓൾഡ് ആയിട്ട്, അതായത് 30 ദിവസത്തേക്ക് ആരും അതിനെ ആക്സസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് എടുത്തിട്ട് ഇതിലേക്ക് മാറ്റിക്കോളൂ. നോട്ട് ആക്സസ്ഡ് അല്ല, 30 ഡേയ്സ് ആയിട്ട് അത് അവിടെ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചിട്ട് സ്റ്റാൻഡേർഡ് IAയിലേക്ക് ഇടൂ. അതായത് ഇപ്പോൾ പുതിയൊരു ഒബ്ജക്റ്റ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തിട്ട് 90 ഡേയ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലേഷ്യർ ഇൻസ്റ്റന്റ് റിട്രീവലിലേക്ക് ഇടൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് നമ്മളുടെ ഡാറ്റ ആക്സസ്. അപ്പം 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ആക്സസ് ചെയ്യില്ല, ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ പിടിച്ചിട്ട് സ്റ്റാൻഡേർഡ് IAയിൽ. അപ്പോൾ ഈ രീതികളിൽ ആയിരിക്കും നമ്മളുടെ റൂളുകൾ വരുന്നത്. ഇത് നാച്ചുറൽ ലാംഗ്വേജിൽ പറയുമാണ്. ഇതെങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നുള്ളത് നമുക്ക് ലേറ്റർ ഹാൻഡ്സ് ഓൺ ചെയ്യുന്ന സമയത്ത് നോക്കാവുന്നതാണ്. അപ്പം ബേസിക്കലി ഇതാണ് ലൈഫ് സൈക്കിൾ പോളിസി എന്ന് പറയുന്നത് റൂളുകളാണ്. ആ റൂളുകൾ എന്ന് പറയുന്നത് നമ്മൾ ലോ കോസ്റ്റിൽ നിന്ന് ഹൈ കോസ്റ്റ് ലോകത്തേക്ക് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, എപ്പോഴേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് S3യുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന റൂളാണ്. അപ്പം നമ്മൾ ഒരു തവണ ഈ റൂള് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് S3 തന്നെ വർക്ക് ചെയ്തോളും. അപ്പം നമ്മളിപ്പം ഇന്ന് കുറച്ച് ഡാറ്റ ഇട്ടു, നാളെ കുറച്ച് ഡാറ്റ ഇട്ടു, അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അവനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തോളും. അപ്പം ഒരു തവണ മാത്രം നമ്മൾ ഈ റൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മതി. പിന്നെ S3 ഓട്ടോമാറ്റിക് ആയിട്ട് ആ റൂൾ വെച്ചിട്ട് ആ റൂൾ ആപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്ന ഒബ്ജക്റ്റിലെ അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്ത് ട്രാൻസിഷൻ ചെയ്യും. നമ്മൾ നേരത്തെ ട്രാൻസിഷൻ മാത്രം പഠിച്ചിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റും ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ? അപ്പം ഇവന്മാരുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ S3ക്ക് അകത്തിരിക്കുന്ന കോസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് 2 രീതികളിൽ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഇതിനെ പിടിച്ചിട്ട് ലോ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസുകളിലേക്ക് ഇടാം. അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും വേണ്ട ഒബ്ജക്റ്റുകൾ, ഫയലുകളെയാണ് നമ്മൾ നോർമലി അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ചില ഫയലുകൾ നമ്മളൊരു 30 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ആവശ്യമേ വരുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഡാറ്റേനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് തന്നെ ചെയ്ത് കളയാം. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ലൈഫ് സൈക്കിൾ പോളിസീസ് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ ഡാറ്റ 30 ഡേയ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് 30 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയൂ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം ലൈഫ് സൈക്കിൾ പോളിസി വെച്ചിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ട്രാൻസിഷൻ ചെയ്യാം ലോ കോസ്റ്റ് സ്റ്റോറേജിൻ്റെ അകത്തേക്ക്. രണ്ടാമതെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റിനെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ നമ്മൾ ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. നമുക്ക് പല രീതികളിലിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സുകളുണ്ട്. അപ്പം ഏത് സ്റ്റോറേജ് ക്ലാസിൻ്റെ അകത്ത് നിന്നും വേറെ ഏതൊരു സ്റ്റോറേജ് ക്ലാസിൻ്റെ അകത്തേക്കും നമുക്ക് ഒബ്ജക്റ്റിനെ ലൈഫ് സൈക്കിൾ പോളിസി വച്ചിട്ട് ട്രാൻസിഷൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് AWSൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ തന്നെ ഇരിക്കുന്ന ഒരു പിക്ചറാണിത്. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സുകളിലേക്കൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റാൻഡേർഡ് ആണ് ഏറ്റവും ഹൈ ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഏതിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും. അപ്പം ജനറലി ഈ ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുന്നത് ഹൈ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോറേജ് ക്ലാസിൻ്റെ അകത്ത് നിന്ന് ലോ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോറേജ് ക്ലാസ്സിലേക്ക് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ പോളിസി എഴുതിയിട്ട് ലോ കോസ്റ്റ് ആയിട്ടിരിക്കുന്നതിൻ്റെ അകത്ത് നിന്ന് ഹൈ കോസ്റ്റ് ആയിട്ടിരിക്കുന്നതിലേക്ക് പറ്റത്തില്ല. ഹൈ കോസ്റ്റിൽ നിന്ന് ലോ കോസ്റ്റിലേക്ക്, അതായത് ലൈഫ് സൈക്കിൾ പോളിസി അല്ലെങ്കിൽ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോളിസി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നോർമലി ഇവൻ ഹൈ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോറേജ് ക്ലാസിൻ്റെ അകത്ത് നിന്ന് ലോ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോറേജ് ക്ലാസിൻ്റെ അകത്തേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ മാത്രമേ നമുക്ക് ലൈഫ് സൈക്കിൾ പോളിസി വെച്ചിട്ട് പോസിബിൾ ആവുള്ളൂ. അതായത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് IA ആണെങ്കിൽ, സ്റ്റാൻഡേർഡ് IAയിലാണ് നിങ്ങളുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഈ ഗ്ലേഷ്യറിൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ
OneZone IA-ലേക്കൊക്കെ എടുത്തിടാൻ പറ്റും. പക്ഷേ സ്റ്റാൻഡേർഡ് IA-ക്കകത്ത് നിന്ന് നേരെ സ്റ്റാൻഡേർഡിലോട്ട് നമുക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് എന്താണ് സ്റ്റാൻഡേർഡ് IA എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ് ആണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് പറ്റത്തില്ല. സ്റ്റാൻഡേർഡിൽ നിന്ന് സ്റ്റാൻഡേർഡ് IA-ലേക്ക് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് ഓരോന്നോരോന്നും എങ്ങോട്ട് ഇതാക്കുമെന്ന് ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടിരിക്കുന്ന സാധനം ഹൈ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസിൻ്റെ അകത്ത് നിന്ന് ലോ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സിലേക്ക് മാത്രമേ നമുക്ക് ഈ ട്രാൻസിഷൻ പോസിബിൾ ആവുള്ളൂ എന്ന കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ലൈഫ് സൈക്കിൾ പോളിസി പഠിച്ചു. ലൈഫ് സൈക്കിൾ പോളിസി എന്ന് പറയുന്നത് ബേസിക്കലി വളരെ സിമ്പിളാണ്. അത് കോൺഫിഗർ ചെയ്യുന്ന റൂൾസും വളരെ സിമ്പിളാണ്. അതെങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ മെയിൻ ആയിട്ടിരിക്കുന്ന കാര്യം പഠിച്ചിരിക്കേണ്ടത് നമുക്ക് ഈ ലൈഫ് സൈക്കിൾ പോളിസി എങ്ങനെയാണ് നമ്മളുടെ റിയൽ ആയിട്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് അപ്ലൈ ആവുന്നത് എന്നുള്ളത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോളിസികൾ എങ്ങനെ എഴുതാം, എവിടെയൊക്കെ എഴുതാം, എന്തൊക്കെ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് റിയൽ ലൈഫിൻ്റെ അകത്തിരിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നതിലായിരിക്കും കുറച്ചും കൂടെ ഒരു ശ്രദ്ധിക്കേണ്ടത്. ലൈഫ് സൈക്കിൾ പോളിസി കോൺഫിഗർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ലേറ്റർ ചെയ്യും എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണേ. ഇത് നമ്മുടെ ഒരു വളരെ സിമ്പിൾ ആയിട്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കാം. റിയൽ ലൈഫിൽ ഇരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കൊരു ഡാറ്റ കളക്ടർ ആപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് എന്ന് പറയുന്നത് നമുക്കിപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ AI ക്യാമറയൊക്കെ ഉണ്ടല്ലേ. അപ്പം ആ AI ക്യാമറ എന്തായിരിക്കും ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ അവൻ ഇമേജസ് എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇമേജസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പ്, ആ ആപ്പിൻ്റെ അകത്ത് നിന്ന് ഡാറ്റ നോർമലി AI ക്യാമറ ആണെങ്കിൽ ഇമേജസ്, ആ ഇമേജസ് നേരെ നമ്മളുടെ AWSൻ്റെ അകത്ത് S3-ക്കകത്തേക്ക് അവൻ പുട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആഡ് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ആഡ് ചെയ്യുന്ന സാധനത്തിന് നമ്മളുടെ വേറെ ഏതെങ്കിലും ഒരു ഡാറ്റ പ്രോസസ്സിംഗ് ആപ്പ് എടുത്തിട്ട് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും നിയമലംഘനമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അവൻ ഫൈൻ അടയ്ക്കുന്ന ഒരു സാധനം വർക്ക് ചെയ്യുന്നുണ്ട് പിറകിൽ, അല്ലേ. അപ്പോൾ ഈ നോർമലി ഇവൻ രണ്ട് ആപ്ലിക്കേഷൻ ആയിരിക്കും. ഒന്നെന്ന് പറയുന്നത് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിനെ ഒരു ബക്കറ്റിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. വേറൊരു ആപ്ലിക്കേഷൻ ഈ ആഡ് ചെയ്ത സാധനത്തിന് ഇങ്ങനെ ഓരോന്നായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയായിരിക്കും നോർമലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ആവശ്യമുണ്ട്, അല്ലേ. നമ്മളുടെ ഒരു ഡാറ്റ പ്രോസസ്സിംഗ് ആപ്പ് ആ പറഞ്ഞിരിക്കുന്ന ഡാറ്റേനെ നമ്മൾ ഇങ്ങനെ ആക്സസ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇടുന്നത് S3 സ്റ്റാൻഡേർഡ് പോലെയുള്ള നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്ന മൾട്ടിപ്പിൾ ടൈം ആക്സസ് ചെയ്ത് കഴിഞ്ഞാലും അഡീഷണൽ കോസ്റ്റ് ഒന്നും വരാത്ത ഒരു സ്റ്റോറേജ് ക്ലാസ്സിലായിരിക്കും നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഇടുന്നത്, അല്ലേ. നമ്മളിങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ആപ്ലിക്കേഷൻ ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഈ ആപ്ലിക്കേഷൻ മോസ്റ്റ്ലി ഇനീഷ്യൽ 5 ഡേയ്സിന് ഉള്ളിൽ തന്നെ ഈ സാധനം എടുത്ത് പ്രോസസ്സ് ചെയ്ത് കഴിയും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ 5 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ആ ഒബ്ജക്റ്റിനെ നമുക്ക് S3 സ്റ്റാൻഡേർഡിനകത്ത് എടുത്ത് വെക്കേണ്ട കാര്യമില്ല, അല്ലേ. കാരണം എന്താണ്, S3 സ്റ്റാൻഡേർഡിന് നമ്മൾ ഹൈ കോസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ലൈഫ് സൈക്കിൾ റൂൾ എഴുതിയിടാം. 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഓട്ടോമാറ്റിക്കലി ഫയലുകളെ ഗ്ലേഷ്യറിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്തോളൂ എന്ന് പറയാം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഓട്ടോമാറ്റിക് S3 ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് ഒരു തവണ റൂള് ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അവൻ ഡെയിലി ഈ പറഞ്ഞിരിക്കുന്ന AI ക്യാമറ എന്ന് പറയുന്നത് ഡെയിലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണല്ലേ. അപ്പോൾ അവൻ ഇങ്ങനെ ഡാറ്റ ഇങ്ങനെ S3-ക്കകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ അത് ഡെയിലി എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവും. മാക്സിമം 5 ഡേയ്സ് കൊണ്ട് തന്നെ അവൻ പ്രോസസ്സ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അയക്കുന്നുണ്ടാവും. പിന്നെ അതിന് യൂസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന റൂള് പിടിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇവനെ പിടിച്ചിട്ട് ഗ്ലേഷ്യറിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, നമുക്ക് നല്ലൊരു രീതിയിലിരിക്കുന്ന കോസ്റ്റ് നമുക്കിവിടെ ലാഭിക്കാൻ പറ്റും, അല്ലേ. ഇതെന്ന് പറയുന്നത് ഒരു 10 ലക്ഷം ഫയൽസ് ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ട് എടുത്തിടുന്നുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് മാനുവലി മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മാനുവലി ഇവനെ പിടിച്ചിട്ട് ഗ്ലേഷ്യറിലോട്ട് ഇടാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈഫ് സൈക്കിൾ റൂൾസ് പോലുള്ള ഒരു സാധനം അവിടെ കോൺഫിഗർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തോളും ചെയ്യും. നമ്മുടെ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല രീതിയിൽ കോസ്റ്റ് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ നോർമലി ഇങ്ങനെയുള്ള ഒരു രീതി, ഇത് വളരെ സിമ്പിൾ ആയിട്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഡയഗ്രമാണ്. നോർമലി നമ്മുടെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടിരിക്കുന്ന റൂളുകളും അതിൻ്റെ പാറ്റേണുകളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്.
പക്ഷേ ഇങ്ങനെ ആയിരിക്കും നോർമലി അത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ലൈഫ് സൈക്കിൾ പോളിസി, അതായത് നമ്മളുടെ ഡാറ്റയുടെ ആക്സസ് പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെ കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് റൂളുകൾ എഴുതി കോസ്റ്റ് സേവ് ചെയ്യുന്ന രീതികളിലോട്ട് ഈ റൂളുകളെ മാറ്റിയെടുക്കുന്നതിലാണ് കുറച്ചും കൂടെ നമുക്ക് സ്കില്ല്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. എവിടേക്കാണ് നമുക്ക് റൂള് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ടായിരുന്നു ഞാനിത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി പഠിച്ചത്. കാരണം ലൈഫ് സൈക്കിൾ പോളിസി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അത് എവിടെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം എന്ന് പഠിക്കണം. റിയൽ ലൈഫിൽ എവിടെയാണ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക എന്ന് പഠിക്കുക എന്നുള്ളതാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന കാര്യം. ഓക്കെ, അടുത്ത കാര്യം, ഇനി നമുക്ക് ലൈഫ് സൈക്കിൾ റൂള്. നമ്മൾ ഇതുവരെ ലൈഫ് സൈക്കിൾ റൂള് വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ മാറ്റാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലൈഫ് സൈക്കിൾ റൂള് എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇമേജ് വളരെ സിമ്പിളാണ്. ഇത് കുറേ ചിറകളൊക്കെ ഉള്ളതുകൊണ്ട് കോംപ്ലക്സ് ആണെന്ന് വിചാരിക്കേണ്ട. ഇത് നോർമലി ഇരിക്കുന്ന നമ്മളുടെ ബക്കറ്റ് S3-കകത്ത് മൾട്ടിപ്പിൾ ബക്കറ്റുകൾ ഉണ്ടാവും. ഓരോരോ ബക്കറ്റിൻ്റെ അകത്ത് നമ്മൾ പ്രിഫിക്സ് ഉണ്ടാവും. ആ ഓരോരോ പ്രിഫിക്സിൻ്റെ അകത്ത് നമുക്ക് ഫയലുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ S3 ഒബ്ജക്റ്റുകൾ ഉണ്ടാവും. ഇങ്ങനെയാണല്ലോ അല്ലേ നമ്മളെ S3 ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പം റൂളുകൾ ഈ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് റൂളിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ പാർട്ടും ഇരിക്കുന്നത്. അപ്പോൾ ഓരോരോ പാർട്ടുകളായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ്. അപ്പം ഇത്രയും പോർഷൻസ് ആണ് നമ്മളൊരു ലൈഫ് സൈക്കിൾ റൂളിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് റൂൾ ID എന്ന് പറയുന്നതാണ്. റൂൾ ID എന്ന് പറയുന്നത് ഒരു റൂളിൻ്റെ നെയിം, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടിരിക്കുന്ന ഒരു നെയിം എന്ന് പറയാം. അത് അസോസിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ഒരു ബക്കറ്റുമായിട്ടായിരിക്കും. അതായത് ഏതൊരു റൂളും നമ്മൾ ഒരു S3 ബക്കറ്റുമായിട്ടായിരിക്കും അസോസിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ആ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളെ എങ്ങനെ നമുക്ക് ട്രാൻസിഷൻ ചെയ്യാം, എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്ന് ഡിഫൈൻ ചെയ്യാനായിരിക്കും നമ്മൾ ഒരു പർട്ടിക്കുലർ റൂള് എഴുതുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ ബക്കറ്റിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ റൂളുകൾ എഴുതാൻ പറ്റും. പക്ഷെങ്കിൽ ഒരു റൂള് നമുക്ക് മൾട്ടിപ്പിൾ ബക്കറ്റുകളിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ റൂള് എല്ലായ്പ്പോഴും ബക്കറ്റിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓരോരോ റൂളിൻ്റെ അകത്തും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അപ്പം നമ്മൾ ഒരു ബക്കറ്റിൻ്റെ അകത്ത് നമ്മളൊരു റൂൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളിലും വർക്ക് ചെയ്യും അല്ലേ. സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഒരു റൂൾ എഴുതി, എന്നിട്ട് നമ്മൾ പറയാണ് 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന സ്റ്റാൻഡേർഡിൻ്റെ അകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലേഷ്യറിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഈ ബക്കറ്റിൻ്റെ അകത്ത് ഇത്രയും 4 ഒബ്ജക്റ്റുകൾ ഉണ്ട് അല്ലേ. ഈ 4 ഒബ്ജക്റ്റുകളിലും അവൻ വർക്ക് ചെയ്യും. പക്ഷേ നോർമലി നമ്മളുടെ ഒരു കമ്പനിക്കകത്തിരിക്കുന്ന ഡാറ്റ ആണെങ്കിൽ ഒരു ബക്കറ്റിൻ്റെ അകത്ത് എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഒരേ രീതിയിലിരിക്കുന്ന ആക്സസ് പാറ്റേൺ ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് ഒരു ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളെയും ഒരേപോലെ അല്ലെങ്കിൽ ഒരേ റൂള് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം വരും, നമുക്ക് ചില ഒബ്ജക്റ്റുകളിൽ മാത്രം ഈ റൂള് പറഞ്ഞിരിക്കുന്ന ആക്ഷൻ വർക്ക് ചെയ്താൽ മതി എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ചില ഒബ്ജക്റ്റുകളെ എങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഫിൽട്ടർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് പറയുന്നത്. ഒരു ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന കുറച്ച് ഒബ്ജക്റ്റുകളെ മാത്രം ഫിൽട്ടർ ചെയ്ത് ആ ഫിൽട്ടർ ചെയ്ത ഒബ്ജക്റ്റുകളിൽ മാത്രം ഈ റൂൾ അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം ആ ഫിൽട്ടർ എന്ന് പറയുന്നത് ഫിൽട്ടർ നോ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളിലും ഈ റൂൾ വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ ഫിൽട്ടർ യെസ് ആണെങ്കിൽ നമുക്ക് 3 രീതികളിൽ ഒബ്ജക്റ്റുകളെ ഫിൽട്ടർ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ്. അതായത് ഇന്ന പ്രിഫിക്സിൻ്റെ അകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളിൽ മാത്രം ഈ പറഞ്ഞിരിക്കുന്ന റൂൾ അപ്ലൈ ചെയ്താൽ മതി എന്ന് പറയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ പ്രിഫിക്സ് പറഞ്ഞു, ഈ റൂൾ ഉണ്ടാക്കി പ്രിഫിക്സ് ആയിട്ട് സെൻസർ ഡാറ്റ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ 2 ഒബ്ജക്റ്റുകളിൽ മാത്രമേ റൂള് വർക്ക് ചെയ്യുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന ഇമേജിൻ്റെ അകത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 2 പ്രിഫിക്സിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തും ആ റൂള് വർക്ക് ചെയ്യില്ല. ഓക്കെ, അതാണ് ഒരു രീതിയിൽ ഫിൽട്ടർ ചെയ്യാനുള്ളത്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് സൈസ് വെച്ചിട്ടാണ്. അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ സൈസ് 10 KB കൂടുതലാണെങ്കിൽ മാത്രം ഈ സാധനം വർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ 1 GB കുറവുള്ള ഒബ്ജക്റ്റുകളിൽ മാത്രം വർക്ക് ചെയ്താൽ മതി എന്നറിയാം. അങ്ങനെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നതെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റുകളും പോയി നോക്കും, എന്നിട്ട് അതിൻ്റെ സൈസ് എടുക്കും, എന്നിട്ട് ഈ പറഞ്ഞു വച്ചിരിക്കുന്ന സൈസിൻ്റെ ഉള്ളിലാണോ എന്നൊക്കെ നോക്കി ആ ഒബ്ജക്റ്റുകളിൽ വർക്ക് ചെയ്യും. അപ്പോൾ അത് മൾട്ടിപ്പിൾ പ്രിഫിക്സുകളിൽ വർക്ക് ചെയ്യുമായിരിക്കും.
ഓക്കെ. രണ്ടാമതെന്ന് പറയുന്നത് ടാഗ് എന്ന് പറയുന്ന സാധനമാണ്. ടാഗ് എന്ന് പറയുന്നത് AWSന്റെ അകത്ത് നമ്മൾ പലപ്പോഴും ഈ ടാഗുകൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച സാധനങ്ങളായിരുന്നു. ടാഗ് എന്ന് പറയുന്നത് എല്ലാ ഒബ്ജക്റ്റുകളിലും അല്ലെങ്കിൽ AWSന്റെ അകത്തിരിക്കുന്ന എല്ലാ റിസോഴ്സുകൾക്കും അസോസിയേറ്റ് ആയിട്ട് ഒരു ടാഗ് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു അഡീഷണൽ ആയിട്ടിരിക്കുന്ന ഒരു മെറ്റാ ഡാറ്റ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പം ആ ടാഗ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരു EC2 ഇൻസ്റ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ EC2 ഇൻസ്റ്റൻസുമായിട്ട് നമുക്കൊരു ടാഗ് അസോസിയേറ്റഡ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു S3 ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റുമായിട്ടും ഒരു ടാഗ് നമുക്ക് വേണം അസോസിയേറ്റ് ചെയ്യാം. ടാഗ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ ആണ്. ആ പറഞ്ഞിരിക്കുന്ന റിസോഴ്സിൻ്റെ കുറച്ചും കൂടെ കൂടുതലായിട്ടിരിക്കുന്ന യൂസർ ഡിഫൈൻഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ആണ് എന്ന് നമുക്ക് വേണം വെക്കാം. അതായത് ഒരു കീ വാല്യൂ പെയർ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന നമ്മളിപ്പോൾ ഒരു ഇമേജ് വെച്ചു. ആ ഇമേജിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൺപ്രോസസ്ഡ്, പ്രോസസ്ഡ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ വെച്ചിട്ട് അതിനെ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് നമ്മൾ പ്യുവർലി നമ്മളുടെ ഒബ്ജക്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ ടാഗുകൾ നമ്മൾ വെക്കുന്നത്. പ്യുവർലി അഡീഷണൽ ആയിട്ടിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ കൂടി നമ്മൾ ആഡ് ചെയ്ത് വെക്കാനുള്ള ഒരു മെക്കാനിസമാണ് ടാഗ് എന്ന് പറയുന്നത്. അപ്പം ആ ടാഗ് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രിഫിക്സ് വെച്ച് സെൻസർ ഡാറ്റയ്ക്കകത്ത് നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തു. അതിനുശേഷം നമുക്ക് വേണം എന്ത് ചെയ്യാം, data.add1 എന്ന് പറയുന്നതിന് ഒരു ടാഗ് കൊടുക്കാം. ടാഗ് എന്ന് പറയുന്നത് മേ ബി പ്രയോറിറ്റി 1 ഇരിക്കുന്ന ഡാറ്റയാണെന്ന് വിചാരിക്കാം. ഇത് പ്രയോറിറ്റി 2 എന്ന് പറയുന്ന ഒരു ഡാറ്റയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ടാക്കാം. എന്നിട്ട് ഇവൻ്റെ വാല്യൂ ആ ടാഗിന് ഈ 2 പേരും ഒബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ 2 പേർക്കും ആ പർട്ടിക്കുലർ ടാഗുകൾ ഉണ്ടാവും. പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു കീ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ വാല്യൂ ഇവന് നമ്മൾ പ്രയോറിറ്റി 1 എന്നും ഇവന് നമ്മൾ പ്രയോറിറ്റി 2 എന്നും ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാഗിൻ്റെ അകത്ത് പ്രയോറിറ്റി 1 മാത്രമുള്ള ഡാറ്റ എടുത്തിട്ട് ട്രാൻസാക്ഷൻ ചെയ്തോളൂ എന്ന് പറയാം. കാരണം പ്രയോറിറ്റി 2 ഉള്ള ഡാറ്റ ചിലപ്പോൾ നമുക്ക് 30 ഡേയ്സിലും പ്രയോറിറ്റി 1 ഉള്ള ഡാറ്റ നമ്മൾ 5 ഡേയ്സിലും ആക്സസ് ചെയ്യുന്നതായിരിക്കും അല്ലേ. അങ്ങനെ നമ്മളായിട്ട് കൊടുക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ, അതായത് ടാഗുകളെ വെച്ചിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ടാഗുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമുക്ക് കൂടുതലായിട്ട് പഠിച്ചു പോകാം. അപ്പം ഇതാണ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചാണ് ട്രാൻസിഷൻ ആണോ ഡിലീഷൻ ആണോ എന്നുള്ളത്. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റൂള് വന്നു, അത് ഒരു ബക്കറ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും. അതിൻ്റെ അകത്ത് നിന്ന് ഫിൽട്ടർ ചെയ്ത് കുറച്ച് ഒബ്ജക്റ്റുകളെ നമ്മൾ കണ്ടുപിടിച്ചു. ആ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്ത് കൈൻഡ് ഓഫ് ആക്ഷൻ ആണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ട്രാൻസിഷൻ ആണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിലീഷൻ ആണോ ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് ഒരു ലൈഫ് സൈക്കിൾ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ലൈഫ് സൈക്കിൾ പോളിസി എങ്ങനെ നമുക്കൊന്ന് കോൺഫിഗർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിരിക്കുന്നത് നമ്മൾ S3യുടെ ഡാഷ്ബോർഡിൻ്റെ അകത്താണ്. S3യുടെ ഡാഷ്ബോർഡിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ 2 ബക്കറ്റുകൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ബക്കറ്റ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ആയിട്ടിരിക്കുന്ന പ്രിഫിക്സുകളുണ്ട്. ഈ പ്രിഫിക്സിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ അകത്തും ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റുകൾ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ലൈഫ് സൈക്കിൾ പോളിസി നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത് ബക്കറ്റ് ലെവലിലാണ്. അതായത് നമ്മളിപ്പോൾ ബക്കറ്റ് എടുത്തിട്ട് ബക്കറ്റിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടാബ്. ഇത് ബക്കറ്റിൻ്റെ ഉള്ളിലാണ്. റിനീഷ് ഡാറ്റ ബക്കറ്റ് എന്ന് പറയുന്ന ബക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ഒരു ടാബ് എടുക്കുക. ഓക്കെ, ഈ ടാബിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈഫ് സൈക്കിൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ലൈഫ് സൈക്കിൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന കാര്യം എടുക്കുക. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഒരു ലൈഫ് സൈക്കിൾ റൂളാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് 3 പാർട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. അന്ന് പറയുന്ന ആദ്യത്തെ പാർട്ട് ലൈഫ് സൈക്കിൾ റൂൾ എന്ന് പറയുന്ന സാധനം. ആ റൂള് അപ്ലൈ ആവുന്ന ഫിൽട്ടറുകൾ ഇവിടെ കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ആക്ഷൻസ് പറ്റും എന്നുള്ളത്. ഈ 3 പോർഷൻസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങളെ ഈ പറഞ്ഞിരിക്കുന്ന ലൈഫ് സൈക്കിൾ പോളിസിക്കകത്ത് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടിരിക്കുന്ന ഒരു പേര് നമുക്ക് കൊടുക്കാം. മേ ബി ഡെയിലി ട്രാൻസിഷൻ റൂൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റൂൾ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന റൂള് നമ്മൾ ഫിൽട്ടർ നോ യെസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ അല്ലേ. ആ പോർഷൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്ലൈ ടു ഓൾ ഒബ്ജക്റ്റ് ഇൻ ദ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന റൂള്
ഈ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകൾക്കും ബാധകമായിരിക്കും എന്നുള്ളത്. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒന്ന് ഒരു അക്നോളജ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതായത് ഇത് എല്ലാത്തിലും അപ്ലൈ ആവുന്ന റൂളാണ് എന്ന് നമ്മൾ ബോധ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ AWS ഒന്നും കൂടെ എൻഷുർ ചെയ്യാണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനം എല്ലാത്തിലും ഉണ്ടാവും എന്നുള്ളത്. നോർമലി നമ്മളങ്ങനെ എല്ലാത്തിലും കൊടുക്കത്തില്ല, ചിലപ്പോൾ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും നോർമലി വരുന്നത്. അതുകൊണ്ടാണ് അഡീഷണൽ ആയിട്ടിരിക്കുന്ന ഒരു സെക്കൻഡ് ടൈം കൺഫർമേഷൻ കൂടി AWS ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഫിൽട്ടർ ഒന്നും വേണ്ട. ഫിൽട്ടർ എന്ന് പറയുന്നത് നോ ആണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാത്തിലും അപ്ലൈ ചെയ്തോളൂ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്ലൈ ടു ഓൾ ഒബ്ജക്റ്റ് ഇൻ ദ ബക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ബക്കറ്റിൻ്റെ അകത്തുള്ള ആക്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് ട്രാൻസിഷൻ ആണ്. ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസിൻ്റെ അകത്ത് നിന്ന് ലോ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സുകളിലേക്ക് പോവാണ്. ഈ പറഞ്ഞിരിക്കുന്ന രണ്ടെണ്ണം എന്ന് പറയുന്നത് ഡിലീറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ്. ഇവിടെ ഒരു വേർഷൻ എന്ന് പറയുന്നൊരു കൺസേൺ കൂടി അല്ലെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ടിരിക്കുന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ട്. തൽക്കാലം നിങ്ങളത് ഇഗ്നോർ ചെയ്യൂ. വേർഷൻ എന്ന് പറയുന്നത് നമുക്ക് ലേറ്റർ പഠിക്കാം. ലേറ്റർ പഠിക്കുന്ന സമയത്ത് ഈ വേർഷൻ്റെ അകത്ത് ഇതെങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ തൽക്കാലം ഈ രണ്ടെണ്ണം നമുക്ക് ട്രാൻസിഷൻ ചെയ്യാനും ഇത് രണ്ടെണ്ണം നമുക്ക്, അല്ലെങ്കിൽ 3 നമുക്ക് ഡിലീറ്റ് ചെയ്യാനും ഉള്ളതാണ്. മൾട്ടിപാഡ് എന്ന് പറയുന്ന കാര്യവും നമ്മൾ ലേറ്റർ പഠിക്കും. അപ്പോൾ ട്രാൻസിഷൻ, ഡിലീറ്റ് എന്ന് പറയുന്നിരിക്കുന്ന കാര്യം, ഇതിൻ്റെ അകത്ത് നമ്മൾ ട്രാൻസിഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇവൻ ഒരു അഡീഷണൽ ആയിട്ടിരിക്കുന്ന ഒരു കൺഫർമേഷൻ കൂടി അവൻ ചോദിക്കും. അതായത് നമ്മൾ ട്രാൻസിഷൻ ചെയ്യാൻ പോവുകയാണ്. ട്രാൻസിഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അതിന് അഡീഷണൽ ആയിട്ടിരിക്കുന്ന ഒരു കോസ്റ്റും കൂടിയുണ്ട്. അതായത് നമ്മൾ ചില ട്രാൻസിഷൻ, അല്ലെങ്കിൽ പല ട്രാൻസിഷനുകൾക്ക് നമ്മൾ അഡീഷണൽ ആയിട്ടിരിക്കുന്ന ഒരു കോസ്റ്റും കൂടി നമ്മൾ വരും. ആ കോസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. പ്രൈസിങ് പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് ഒരു ഡബിൾ എൻഷുർ AWS നമ്മളെ കയ്യിൽ നിന്ന് അക്നോളജ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു അക്നോളജ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം ആ ട്രാൻസാക്ഷൻ കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് ഇത് നമ്മൾ നോർമലി എടുക്കുന്ന S3യുടെ പ്രൈസിങ് പേജാണ്. സ്റ്റോറേജ് ക്ലാസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ പേജ് തന്നെയാണ് നമ്മൾ എടുത്തിരുന്നത്. ഈ പേജ് എടുത്തിരുന്ന സമയത്ത് നമ്മളിത് പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിരുന്നു. ഇവിടെ അഡീഷണൽ ആയിട്ടിരിക്കുന്ന ലൈഫ് സൈക്കിൾ ട്രാൻസിഷൻ റിക്വസ്റ്റുകൾക്ക് 1000 റിക്വസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പൈസ പോവും എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് SI ഇൻഫ്രീക്വൻ്റ് ആക്സസിലോട്ടാണ് നമ്മൾ ട്രാൻസിഷൻ ചെയ്യുന്നതെങ്കിൽ 1000 തവണ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ $0.01 എന്ന് പറയുന്ന ഒരു സാധനം, അതായത് അങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് നിന്ന് സ്റ്റാൻഡേർഡ് IAയിലേക്ക് നമ്മൾ ലൈഫ് സൈക്കിൾ പോളിസി വെച്ചിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കോസ്റ്റും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും അവിടെ. ഓക്കെ, അപ്പം അതാണ് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഡാറ്റ ആക്സസ് പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കണം ഈ മൂവ്മെൻ്റ് ഒക്കെ നടക്കേണ്ടത് എന്നുള്ളത് നമ്മൾ സ്റ്റോറേജ് ക്ലാസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു, അല്ലേ? അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു അഡീഷണൽ കാര്യം കൂടി വരും. അതായത് ലൈഫ് സൈക്കിളിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കോസ്റ്റും കൂടി വരും. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ റിട്രീവലോ അല്ലെങ്കിൽ റിക്വസ്റ്റിൻ്റെ ചാർജസോ അല്ലെങ്കിൽ പെർ GB ചാർജസോ ഇതേപോലെയുള്ള അഡീഷണൽ ചാർജസ് വരുന്നത് പോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്തും ഒരു അഡീഷണൽ ചാർജ് വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ലൈഫ് സൈക്കിൾ റൂൾ എഴുതി ട്രാൻസിഷൻ ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചാർജ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അക്നോളജ്മെൻ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് 128 KB, അതായത് നമ്മൾ ഈ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഈ റോൾ അപ്ലൈ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ബൈ ഡിഫോൾട്ട് 128 KBക്ക് അകത്ത് താഴെയാണ് നമ്മളുടെ ഒബ്ജക്റ്റുകളെങ്കിൽ അവൻ ട്രാൻസിഷൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അന്ന് പറയുന്നത് 128 KB എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ, അല്ലേ? അതായത് നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് IA പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ 1 KB ഉള്ളതാണെങ്കിലും അവൻ 128 KB മിനിമം എടുക്കും എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അല്ലേ? അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നോർമലി ഈ പറഞ്ഞിരിക്കുന്ന 128 KBയിലും കുറഞ്ഞിരിക്കുന്ന സാധനങ്ങളെ നിങ്ങൾ ട്രാൻസിഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്കത് ചിലപ്പം ഓവർവേ അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ അകത്ത് ക്യാൻ ഓവർവേ ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതലായിട്ടായിരിക്കും അൾട്ടിമേറ്റ്ലി വരുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്. 128 KBയുടെ ആ റെസ്ട്രിക്ഷൻ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വാർണിംഗ് കൂടി അവൻ വരുന്നു. ബൈ ഡിഫോൾട്ട് അത്
ട്രാൻസിഷൻ ചെയ്യത്തില്ല. ബൈ ഡിഫോൾട്ട് ട്രാൻസിഷൻ ചെയ്യത്തില്ല. എങ്ങനെ ട്രാൻസിഷൻ ചെയ്യിക്കാം എന്നുള്ളത് നമുക്ക് അടുത്തതിൽ പഠിക്കാം. ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് പഠിക്കാം. അഡീഷണൽ ആയിട്ട് ഒരു ഫിൽട്ടർ കൂടി പറയണം എന്നാണ് ഇവൻ പറഞ്ഞെടുക്കുന്നത്. ഇങ്ങനെയൊരു സാധനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യത്തില്ല എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അടുത്തത് നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ് ട്രാൻസിഷൻ ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ അകത്താണ് നമ്മളുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് ഐഎയിലേക്ക് മാറ്റൂ എന്നാണ് നമ്മൾ ഈ ലൈന് ഇവിടെ പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം സ്റ്റാൻഡേർഡിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഒബ്ജക്റ്റ് ഇട്ടു. ആ ഒബ്ജക്റ്റിനെ ഇത്ര ദിവസം കഴിയുമ്പോൾ സ്റ്റാൻഡേർഡ് ഐഎയിലേക്ക് എടുത്തിടൂ എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പം നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 പറഞ്ഞു കൊടുക്കാം. ഓക്കെ. 5 പറഞ്ഞു കൊടുത്താലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഐഎയുടെ കേസിൽ മാത്രം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഐഎയിലും സോൺ ഐഎക്കകത്തും ഒരു ചെറിയൊരു റെസ്ട്രിക്ഷൻ അവിടെയുണ്ട്. അതായത് മിനിമം 30 ഡേയ്സ് എങ്കിലും വേണം. സ്റ്റാൻഡേർഡ് ഐഎക്കും വൺ സോൺ ഐഎക്കും അല്ലേ. ഇത് ഗ്ലേഷ്യറിനൊന്നും ഈ പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻ ഇല്ല. റെസ്ട്രിക്ഷൻ വേറെ രീതിയിലുണ്ട്. പക്ഷേങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 5 എന്ന് പറയുന്ന അല്ലെങ്കിൽ 30 ഡേയ്സ് എന്ന് പറയുന്ന ഈ ഒരു റെസ്ട്രിക്ഷൻ അല്ല ഇരിക്കുന്നത്. വേറെയാണ്. ഞാനത് പറഞ്ഞുതരാം. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് നിന്ന് സ്റ്റാൻഡേർഡ് ഐഎക്കകത്തേക്ക് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു മിനിമം 30 ഡേ എന്ന് പറയുന്ന സാധനം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന സാധനമാണ്. അത് ഇന്ന് ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മാത്രമേ നമുക്ക് കാശ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് നിന്ന് സ്റ്റാൻഡേർഡ് ഐഎയിലേക്ക് മാറുമ്പം 30 ഡേയ്സ് മിനിമം വേണം എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം എന്ന് നമുക്ക് ആലോചിക്കാം. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഐഎക്ക് അകത്ത് നമ്മളത് ഡിസ്കസ് ചെയ്ത സമയത്ത് ആ പോയിന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പോയിന്റ് പിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സ്റ്റാൻഡേർഡ് ഐഎയുടെ കേസിൻ്റെ അകത്ത് നിന്ന് വേറൊരു സ്റ്റോറേജ് ക്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ 30 ഡേ എന്ന് പറയുന്ന മിനിമം റിക്വയർമെൻറ്റ് ഇമ്പോസ് ചെയ്താലും അത് ഓക്കെ ആയിരുന്നു. കാരണം എന്താണ്? സ്റ്റാൻഡേർഡ് ഐഎക്കകത്ത് ഒരു മിനിമം ഡ്യൂറേഷൻ ഉണ്ട് 30 ഡേയ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ 30 ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും എനിവേ നമ്മൾ 30 ഡേ എന്ന് പറയുന്ന ആ പൈസ കൊടുക്കേണ്ടി വരും അല്ലേ. പക്ഷേ സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ അങ്ങനെ ഒരു സാധനമില്ല. സ്റ്റിൽ എന്തിനാണ് AWS ഇങ്ങനെ ഒരു 30 ഡേ റെസ്ട്രിക്ഷൻ ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് നിന്ന് സ്റ്റാൻഡേർഡ് ഐഎയിലേക്കാണ് മാറ്റുന്നത്. കാരണം നമ്മൾ ഒബ്ജക്റ്റ് ഇപ്പോൾ ഇരിക്കുന്നത് സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് നിന്നാണ്. ആ സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് നിന്ന് ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് ഐയിലേക്ക് മാറ്റുന്നു. അത് ഇത്ര ദിവസം കഴിയുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് 30 ഡേ മിനിമം എന്ന് പറയുന്ന ഒരു സാധനമൊന്നും ബേസിക്കലി ഇല്ല. അപ്പം ഇത് കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് എനിക്കും കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നോർമലി AWSന് ഈ പറഞ്ഞിരിക്കുന്ന ഒരു നോളജ് ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് നോർമലി ഈ ആളുകൾ ഇത് എങ്ങനെ ഇതാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്റോറിക് നോളജ് അവർ കയ്യിലുണ്ടാവും. അപ്പോൾ ആ ഹിസ്റ്റോറിക് നോളജിൽ നിന്ന് അവർ അക്യൂർ ചെയ്ത ഒരു നോളജിൻ്റെ പുറത്തായിരിക്കണം ഇങ്ങനെ അഡീഷണൽ ആയിട്ടിരിക്കുന്ന ഒരു റെസ്ട്രിക്ഷൻ കൂടി, അതായത് 30 ഡേ റെസ്ട്രിക്ഷൻ കൂടി അവർ ആഡ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് നിന്ന് സ്റ്റാൻഡേർഡ് ഐഎയിലേക്ക് അകത്ത് 30 ഡേയുടെ മുന്നേ നിങ്ങൾ ട്രാൻസിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലി അത് നിങ്ങൾക്ക് കൂടുതൽ, അതായത് ഓവർ കോസ്റ്റ് ആവാനുള്ള പോസിബിലിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്. നോർമലി അത് അവരുടെ ഹിസ്റ്റോറിക് ആയിട്ടിരിക്കുന്ന നോളജിൽ നിന്ന് അവർ അക്യൂർ ചെയ്ത ഒരു ഇൻഫർമേഷൻ ആയിരിക്കണം. അത് നമ്മളുടെ അടുത്ത് നമ്മൾ ഇമ്പോസ് ചെയ്ത് നമുക്ക് കൂടുതൽ ഓവർ കോസ്റ്റ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്ട്രിക്ഷൻ റൂളായിട്ട് അവരിവിടെ ആഡ് ചെയ്ത് വെച്ചത് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് നിന്ന് സ്റ്റാൻഡേർഡ് ഐഎക്ക് അകത്തേക്ക് നമുക്കൊരു ട്രാൻസിഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് മിനിമം 30 ഡേയ്സ് കൊടുക്കണം. ഇവിടെ 30 ഡേയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു റൂൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റിൻ്റെ അകത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. 30 ദിവസം കഴിയുമ്പം അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് പിടിച്ചിട്ട് ആ ഒബ്ജക്റ്റിനെ സ്റ്റാൻഡേർഡ് ഐഎയിലേക്ക് മാറ്റും. അതായത് ഡേയ്സ് ആഫ്റ്റർ ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ ഇത്ര മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അഡീഷണൽ റൂളും കൂടി പറഞ്ഞു, അല്ലെങ്കിൽ അഡീഷണൽ ട്രാൻസിഷൻ കൂടി പറഞ്ഞു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ അഡീഷണൽ ട്രാൻസിഷൻ, ആഡ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഐഎക്ക് അകത്തിരിക്കുന്ന സാധനം നമുക്ക് ഗ്ലേഷ്യർ ഇൻസ്റ്റൻറ്റ് റിട്രീവലിലോട്ട് നമുക്ക് മാറ്റാം. ഗ്ലേഷ്യർ ഇൻസ്റ്റൻറ്റ് റിട്രീവലിലേക്ക് ആകുന്ന സമയത്ത് അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. 90 ഡേയ്സ് മിനിമം സ്റ്റോറേജ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പം നോർമലി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 30 ഡേയ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഐഎക്ക് അകത്ത് മിനിമം സ്റ്റോറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 30 ഡേയ്സ് ആണ്. അപ്പം നോർമലി ആ 30 ഡേയ്സ് കഴിഞ്ഞ്, അതായത് 30 ദിവസം കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഐയിലേക്ക് പോകും. പിന്നെ സ്റ്റാൻഡേർഡ് ഐക്ക് അകത്ത് നിന്ന് നമ്മൾ ഗ്ലേഷ്യർ ഇൻസ്റ്റൻറ്റ് റിട്രീവലിലോട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് പോകണം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഐക്ക് അകത്ത് എന്താണ് മിനിമം 30 ഡേ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ നമ്മൾ മിനിമം 30 ഡേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിലേ കാര്യമുള്ളൂ.
അപ്പോൾ നോർമലി നമ്മൾ 60 അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എബോവ് ഇരിക്കുന്ന ഒരു സാധനമായിരിക്കണം ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. കൺഫ്യൂഷൻ ആവുന്ന വലിയതൊന്നുമില്ല. അതായത് ആ മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്ന സാധനം അത് അതിന് മുന്നേ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് നഷ്ടമായിരിക്കും വരിക എന്ന് പറയുന്നൊരു പോയിന്റ്, ആ പോയിന്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിലും കൂടുതൽ ഇരിക്കുന്ന ഒരു സാധനം. പക്ഷേങ്കിൽ ഇവിടെ നടക്കുന്നത് എന്തായിരിക്കും? ഇപ്പം ഇങ്ങനെയൊരു റൂളാണ് നമ്മൾ ഇതാക്കുന്നതെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് 30 ഡേയ്സ് കഴിയുമ്പം അതിനെ പിടിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഐയിലേക്ക് മാറ്റും. അത് കഴിഞ്ഞിട്ട് ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് 60 ഡേയ്സ് കഴിയുന്ന സമയത്ത് അതിനെ ഗ്ലേഷ്യർ ഒബ്ജക്റ്റ് ഇതിലേക്ക് മാറ്റും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ റൂൾ എഴുതാം. അഡീഷണൽ ഇനി ഒറ്റൊരെണ്ണേ പോസിബിൾ ആവത്തുള്ളൂ, അല്ലെ? ഡീപ്പ് ആർക്കൈവും ഫ്ലെക്സിബിൾ റിട്രീവൽ എന്ന് പറയുന്ന സാധനം നമുക്ക് ഡീപ്പ് ആർക്കൈവിലേക്ക് മാറ്റുന്നു. അത് 180 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഡീപ്പ് ആർക്കൈവിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്ന ഒരു സാധനം. ഈ ആഡ് ട്രാൻസാക്ഷൻ പോസിബിൾ അല്ല. അപ്പം ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്തു, 30 ഡേയ്സ് കഴിയുമ്പോൾ സ്റ്റാൻഡേർഡ് ഐയിലേക്ക് മാറും. 60 ഡേയ്സ് കഴിയുമ്പോൾ ഒബ്ജക്റ്റ് ആഫ്റ്റർ ക്രിയേഷൻ ആണ്. ഈ പറഞ്ഞിരിക്കുന്നത് ഡേയ്സ് ആഫ്റ്റർ ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ്. അതായത് ഇത് കഴിഞ്ഞിട്ട് 60 ഡേ എന്നല്ല, ക്രിയേറ്റ് ചെയ്തതിൽ നിന്ന് 60 ഡേ, ക്രിയേറ്റ് ചെയ്തതിൽ നിന്ന് 180 ഡേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 180 ഡേയ്സ് കഴിഞ്ഞാൽ അവൻ ഡീപ്പ് ആർക്കൈവിൻ്റെ അകത്തേക്ക് ട്രാൻസിഷൻ ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസിഷൻ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ റൂളുകൾ, ട്രാൻസിഷൻ റൂളുകൾ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ അപ്ലൈ ഓൾ ആയിരുന്നു കൊടുത്തത്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്യാം. ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഇമേജ് എന്ന് പറയുന്ന സാധനത്തിന് മാത്രം ലിമിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാം. ഒബ്ജക്റ്റ് ടാഗുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ, പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സാധനം, ഒരു കീ ഉണ്ടെങ്കിൽ ആ പ്രയോറിറ്റിയുടെ വാല്യൂ പ്രയോറിറ്റി -1 ഉള്ള ഒബ്ജക്റ്റുകളെ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് സൈസിൻ്റെ സ്ഥാനത്ത് പറഞ്ഞു കൊടുക്കാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 128 KB കൂടുതലുള്ള സാധനം മാത്രം ഈ പറഞ്ഞിരിക്കുന്ന ഫിൽട്ടർ ചെയ്താൽ മതി, അല്ലെങ്കിൽ റൂൾ അപ്ലൈ ചെയ്താൽ മതി. അതായത് മാക്സിമം നമുക്ക് പറഞ്ഞു കൊടുക്കാം, നമുക്ക് 1 GB, ഇവിടെ GB മാറ്റാൻ പറ്റുക, 1 GB കുറവുള്ള സാധനങ്ങൾ. അപ്പോൾ 128 KB മുകളിലും 1 GB കുറവിലുള്ള ഒബ്ജക്റ്റുകളെ മാത്രം ഈ റൂള് അപ്ലൈ ചെയ്താൽ മതി എന്നാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സാധനം കൊടുക്കാം. ഓക്കെ, അപ്പം എത്ര ദിവസം കഴിഞ്ഞാലാണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, 5 ഡേയ്സ് എന്ന് പറയുന്ന സാധനം കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്തോളൂ എന്ന് നമ്മൾ പറയാം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന റൂൾ ഇപ്പം എന്തായിരിക്കും ചെയ്യുന്നത്? ഇങ്ങനെ ഒരു റൂൾ ഉണ്ടാക്കി, എന്നിട്ട് അതിനെ ആ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന കുറച്ച് ഒബ്ജക്റ്റുകളെ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തു. ആ ഫിൽട്ടർ ചെയ്തതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അത്രയും ഒബ്ജക്റ്റുകളെ ഈ പറഞ്ഞിരിക്കുന്ന സാധനം, അതായത് 5 ഡേയ്സ് കഴിയുമ്പം, അതായത് ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് 5 ഡേയ്സ് കഴിയുന്ന സമയത്ത് അതിനെ എക്സ്പയർ ചെയ്യൂ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയൂ എന്നാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് വെച്ചിട്ട് അവസാനം നിങ്ങൾ നേരത്തെ പറഞ്ഞ ട്രാൻസിഷൻ്റെ റൂളാണോ അല്ലെങ്കിൽ ഡിലീറ്റിൻ്റെ റൂളാണോ അത് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്രിയേറ്റ് റൂൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മളെ റൂള് ഇപ്പം ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കും? നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് ചെയ്തത്? ഇവിടെ ട്രാൻസിഷൻ ആണെങ്കിൽ നമ്മൾ ഡിലീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസിഷൻ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് റൂളുകളെ എഴുതിയിട്ട് S3-ക്കകത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ S3-ക്കകത്തിരിക്കുന്ന ലൈഫ് സൈക്കിൾ പോളിസി പ്രെഡിക്റ്റബിൾ ആയിട്ടിരിക്കുന്ന ഡാറ്റ ആക്സസ് പാറ്റേൺ ആണെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇനി നിങ്ങൾ ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഓൾറെഡി നമ്മൾ തിയറിക്കകത്ത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു റൂൾ മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തുള്ളൂ. ഇതേപോലെയുള്ള മൾട്ടിപ്പിൾ റൂളുകൾ നമുക്ക് പോസിബിൾ ആയിരിക്കും. ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കൂ. മൾട്ടിപ്പിൾ റൂളുകൾ ക്രിയേറ്റ് ചെയ്യുക, മൾട്ടിപ്പിൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസിൻ്റെ മിനിമം സ്റ്റോറേജ് ഡ്യൂറേഷനൊക്കെ വെച്ചിട്ട് മൾട്ടിപ്പിൾ സാധനങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അത് വർക്കിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കുന്നത്, പ്രാക്ടിക്കലി ഒന്ന് 2-3 റൂളുകളൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്നിട്ട് ആ ഒന്ന് കോൺസെപ്റ്റ് നമ്മൾ തിയറിയിൽ പഠിച്ച കോൺസെപ്റ്റുകൾ ഈ പറഞ്ഞിരിക്കുന്ന ലൈഫ് സൈക്കിൾ റൂളിൻ്റെ അകത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കി നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് S3 ഇൻ്റലിജൻറ്റ് ടയറിംഗ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന S3-ക്കകത്തിരിക്കുന്ന കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസിഷനും ഡിലീഷനും, ഇവിടെ നമ്മൾ പ്യുവർലി നമ്മൾ റൂളുകൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, അല്ലേ? ഹാർഡ് കോഡഡ് ആയിട്ടിരിക്കുന്ന റൂളുകൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. അതല്ലാതെ കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസിഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് S3 ഇൻ്റലിജൻറ്റ് ടയറിംഗിൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻ്റലിജൻറ്റ് ടയറിംഗ് എങ്ങനെയാണെന്നുള്ളത് കാര്യം ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. ബൈ.